ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ബന്ധുക്കളുടെ സൈഡോട്ട് ചേട്ടാ സൈഡോട്ട് എന്റെ പൊന്നു മക്കളെ മക്കളെ എങ്ങനെയാണ് അമ്മ ഇല്ലാതെ അവർക്ക് ഇതിൽ പങ്കില്ല എന്ന ബാലരാമപുരത്ത് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്പസമയം മുൻപാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജിത്തിനെയും മുത്തശ്ശിയെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതെന്ന് പറയുമ്പോൾ പോലീസിന്റെ കാവലോടൊന്നും വന്നല്ല വന്നത്. അപ്പോൾ അവരെ പ്രതി ചേർത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അവർ ഓട്ടോയിലാണ് ഇവിടേക്ക് എത്തിയത്. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. വളരെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവപ്പെട്ട ഒരു പൊന്നോമനയാണ് അത്രമേൽ വേദന സഹിച്ചുകൊണ്ട് മടങ്ങുന്നത്. അതും സ്നേഹിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തത്. AK സ്റ്റെഫിൻ അവിടെ നമുക്കൊപ്പം സ്റ്റെഫിൻ ആ കുഞ്ഞിന്റെ അച്ഛൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുത്തശ്ശിയും അവരെയൊക്കെ മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയില്ല. അച്ഛൻ എനിക്ക് തോന്നുന്ന ഒരുതരം മരവിപ്പിന്റെ അവസ്ഥയിലാണെന്ന് തോന്നുന്നതേ. അതെ, തീർച്ചയായിട്ടും ആര്യ, വളരെ വികാര നിർഭരമായ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഈ നിമിഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ മുത്തശ്ശിയുടെ കണ്ണീരിപ്പോഴും തുറന്നിട്ടില്ല. നെഞ്ചു പൊട്ടിയുള്ള വിളിയാണ്, മോളെ എന്നുള്ള വിളിയാണ്. ഒപ്പം ആ കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നത്, മുത്തശ്ശി ഇല്ലാതെ നീ ഇന്ന് എങ്ങനെയാ ഉറങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ അമ്മ. കാരണം അത്രയധികം വേദന അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേർപാടിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മുത്തശ്ശിയാണ് ഇന്ന് രാവിലെ അയൽക്കാരെയും അതോടൊപ്പം തന്നെ പോലീസിനെയും എല്ലാം ഈ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വിവരം അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത് വലിയ തോതിലുള്ളൊരു വാർത്തയായി മാറുന്നതും. ഈ മലയാളികൾ ഒന്നടങ്കം ആ ഒരു വേദന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ദേവേന്ദുവിന്റെ അവസാന നിമിഷങ്ങളാണ്. അവൾ മണ്ണിനോട് ചേരുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കുടുംബ വീടിനോട് തൊട്ട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്, അവരുടെ സ്വന്തം സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാരം നടത്തുന്നത്. ഈ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുത്തശ്ശിയെയും അച്ഛനെയും ഏതായാലും പ്രതി ചേർത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങോട്ടേക്ക് ദേവേന്ദുവിനെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ കഴിഞ്ഞത്. നേരത്തെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ചെറിയ തോതിലുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പോലീസ് കൃത്യമായി അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും അവരുടെ പങ്കിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനകളും പോലീസിന് ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ പോലീസ് ഒന്നും ഉറപ്പിക്കുന്നുണ്ട്, ഇവർക്ക് ഈ ഒരു കൊലപാതകത്തിൽ യാതൊരു തരത്തിലും പങ്കില്ല എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേർക്കും, മുത്തശ്ശിക്കും അതോടൊപ്പം അച്ഛനും ഇങ്ങോട്ടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നേതൃത്വത്തിൽ അത് പോലീസിനോട് ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും ഇപ്പോഴും ഇവിടെ ആരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് തോർന്നിട്ടില്ല. കാരണം ആ ദേവേന്ദുവിൻ്റെ ഇങ്ങനെ ഒരു കാഴ്ച, 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് ഇപ്പോഴേ മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുന്ന ഈ ഒരു വികാര നിർഭരമായ, വിഷമിപ്പിക്കുന്ന, ദുഃഖകരമായ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പോലും കണ്ടു നിൽക്കുന്നതിന് കഴിയില്ല. വളരെ വൈകാരികമായ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ്. ആ 5 വയസ്സുകാരി അത്രമേൽ വേദന സഹിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത, എന്തിനെന്നറിയാതെ സ്നേഹിച്ചവരാൽ വേദനയേറ്റ് മുറിവേറ്റാണ് ആ കുഞ്ഞ് മടങ്ങുന്നത്.
ആ കുഞ്ഞിൻ്റെ കൊലപാതക കേസിൽ ഇപ്പോൾ പ്രതിയായി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് സ്വന്തം അമ്മയും സ്വന്തം അമ്മാവനുമാണ്. അമ്മാവൻ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് എന്തിനാ ജീവൻ എടുത്തു എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയാനാണ്? പല പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ സംശയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട അമ്മ എവിടെ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട അമ്മ എന്ത് ചെയ്യുകയായിരുന്നു ആ സമയത്ത്? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും വേദനകളില്ലാത്ത, മുറിവേൽക്കാത്തൊരു ലോകത്തേക്ക് അവൾ മടങ്ങുകയാണ്.